ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ എന്തായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്? എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു? സ്റ്റാൻഡേർഡ് പ്രിക്യൂഷൻസ് വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, റൈറ്റ്? അല്ലെ, അത് കംപ്ലീറ്റ് ചെയ്തില്ലേ സ്റ്റാൻഡേർഡ് പ്രിക്യൂഷൻസ്? നെക്സ്റ്റ് ടോപ്പിക് ആണ് ക്ലീനിങ് ആൻഡ് ഡിസിൻഫെക്റ്റിംഗ്. ഓക്കെ, ക്ലീനിങ് ആൻഡ് ഡിസിൻഫെക്റ്റിംഗ്. പേജ് നമ്പർ 4, റിജോ. ക്ലീനിങ് ആൻഡ് ഡിസിൻഫെക്റ്റിംഗ്. ഓക്കെ, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഓക്കെ. സം ഓഫ് ദി ജനറൽ റൂൾസ് ഫോർ ക്ലീനിങ് ആർ. ഓക്കെ, ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട ചില ജനറൽ റൂൾസുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്താ പറയുന്നത്? Any equipment brought into the labor room from outside must be wiped and cleaned. Okay, ലേബർ റൂം എന്ന് പറയുന്നത് ജെം ഫ്രീ ആയിട്ട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് അല്ലെ. അപ്പോൾ അവിടേക്ക് കൊണ്ടുവരുന്ന, പുറത്തു നിന്നും അകത്തേക്ക് കൊണ്ടുവരുന്ന, ലേബർ റൂമിലേക്ക് കൊണ്ടുവരുന്ന എല്ലാ ഡിവൈസുകളും, ഓക്കെ, എല്ലാ ഐറ്റംസും എങ്ങനെയുള്ളതായിരിക്കണം? ഓക്കെ, പ്രോപ്പർ ആയിട്ട് വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷമായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? പുറത്തു നിന്നും ലേബർ റൂമിലേക്ക് കൊണ്ടുവരുന്ന എല്ലാ ഐറ്റംസും, എല്ലാ ഡിവൈസുകളും പ്രോപ്പർ ആയിട്ട് വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്തതായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കോളൂ. ഹാവ് എ ആഡിക്വേറ്റ് ക്ലീനിങ് സീക്വൻസ്. എന്താ ആഡിക്വേറ്റ് ക്ലീനിങ് സീക്വൻസ്? ഓരോ ഇന്റർവെൽസിലും എന്താണ് പ്രോപ്പർ ആയിട്ട് ആ ഏരിയ ക്ലീൻ ചെയ്തിരിക്കണം. ഓക്കെ, ഓരോ ഇന്റർവെൽസിലും എന്താണ് സ്റ്റാഫിന്റെ ഡ്യൂട്ടിയാണ്, ക്ലീനിങ് സ്റ്റാഫിന്റെ ഡ്യൂട്ടിയാണ് ലേബർ റൂം പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. ക്ലിയർ ആണോ? And the third one, damaged equipment should be repaired or replaced. ലേബർ റൂമിൽ ധാരാളം ഡിവൈസുകൾ, എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് ഡാമേജ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണെങ്കിൽ അതൊന്നില്ലെങ്കിൽ റിപ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ എന്താണ് റീപ്ലേസ് ചെയ്യുകയോ ചെയ്യേണ്ടതാണ്. ഓക്കെ, ലേബർ റൂമിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ എന്താണ് റിപ്പയർ ചെയ്യുകയോ അതല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുകയോ വേണ്ടതാണ്. Then fourth one, items stained with blood or body fluids should be removed instantly. എന്താണ്? ഒരു ലേബർ റൂമിൽ ബ്ലഡിന്റെയോ ബോഡി ഫ്ലൂയിഡിന്റെയോ ഓക്കെ ഇതുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന എല്ലാ മെറ്റീരിയൽസും എന്താണ് ഇൻസ്റ്റന്റ്, പെട്ടെന്ന് തന്നെ എന്താണ് അവിടെ നിന്നും റിമൂവ് ചെയ്യേണ്ടതാണ്. ഓക്കെ, എത്രയും പെട്ടെന്ന് തന്നെ ആ ഏരിയയിൽ നിന്നും റിമൂവ് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ ഡിസ്പോസലിന് വിധേയമാക്കേണ്ടതാണ്. ക്ലിയർ ആണോ? അപ്പൊ ഫസ്റ്റ് വൺ എന്താ പഠിച്ചത്? എന്താ പറഞ്ഞത്? ലേബർ റൂമിലേക്ക് കൊണ്ടുവരുന്ന എല്ലാ എക്യുപ്മെന്റ്സുകളും എങ്ങനെയുള്ളതായിരിക്കണം? ചെയ്ത് ക്ലീൻ ചെയ്തതായിരിക്കണം. നെക്സ്റ്റ് എന്തായിരുന്നു? ഓരോ ഇന്റർവെൽസിലും പ്രോപ്പർ ആയിട്ട് ലേബർ റൂം ക്ലീൻ ചെയ്യണം. ഡാമേജ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒന്നുകിൽ റിപ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റുകയോ ചെയ്യണം. പിന്നെ ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ അവിടെ നിന്ന് അത് വൃത്തിയാക്കി മാറ്റിയിരിക്കണം. ഇൻസ്റ്റന്റ്ലി തന്നെ എന്താണ് റിമൂവ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഡിസ്പോസലിന് വിധേയമാക്കണം. അതിന്റെ നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കോളൂ. ഓൾവേസ് യൂസ് അപ്രൂവ്ഡ് മോപ്പിംഗ് ടെക്നിക്സ്. എപ്പോഴും ഉപയോഗിക്കേണ്ടത് അപ്രൂവ്ഡ് ആയിട്ടുള്ള മോപ്പിംഗ് ടെക്നിക്സുകളാണ്. ഓക്കെ, തുടയ്ക്കുമ്പോൾ മോപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, ഫോളോ ചെയ്യേണ്ട ചില ടെക്നിക്സുകളുണ്ട്. എന്തൊക്കെയായിരിക്കും അത്? എങ്ങനെയാണ് മോപ്പ് ചെയ്യേണ്ടത്? ടുവേർഡ്സ് ദ എക്സിറ്റ്. ഒരു റൂം, ഒരു ഏരിയ തുടയ്ക്കുമ്പോൾ മോപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ടുവേർഡ്സ് ദ എക്സിറ്റ്, അകത്ത് നിന്നും പുറത്തേക്ക്, ആ രീതിയിലായിരിക്കണം മോപ്പ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ടുവേർഡ്സ് ദ എക്സിറ്റ്, അകത്ത് നിന്നും പുറത്തേക്ക്, ആ രീതിയിലായിരിക്കണം മോപ്പ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ 5 അല്ലെങ്കിൽ 8, ഓക്കെ 5 അല്ലെങ്കിൽ എന്താണ് 8, ഈ പാറ്റേൺ ആയിരിക്കണം മോപ്പ് ചെയ്യാനായിട്ട് ഫോളോ ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? 5 അല്ലെങ്കിൽ 8 എഴുതില്ലേ, ആ ഒരു പാറ്റേണിലായിരിക്കണം മോപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് പ്രോപ്പർ ആയിട്ട് ഡേർട്ട് എല്ലാം റിമൂവ് ചെയ്യാനായിട്ട്, ആ ഏരിയയിൽ നിന്നും റിമൂവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, ദെൻ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ശ്രദ്ധിക്കേണ്ടത് മോപ്പ് ചെയ്യുമ്പോ? രണ്ട് ഇമ്പോർട്ടന്റ് ടെക്നിക്സ് ആണ്. എന്താണ്? ഫസ്റ്റ് വൺ ടുവേർഡ്സ് ദ എക്സിറ്റ്, ആ രീതിയിലായിരിക്കണം മോപ്പ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ 5 അല്ലെങ്കിൽ 8 ആ പാറ്റേൺ ആയിരിക്കണം മോപ്പ് ചെയ്യാനായിട്ട് ഫോളോ ചെയ്യേണ്ടത്. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മോപ്പിംഗുമായി ബന്ധപ്പെട്ട്? എന്തൊക്കെയായിരിക്കാം? ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം മോപ്പിംഗുമായി ബന്ധപ്പെട്ട്? ഈ രണ്ട് കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ ആ ഒരു പ്ലേസ് സേഫ് ആയിട്ടിരിക്കുമോ?
പ്രോപ്പർ ആയിട്ടുള്ള സൊല്യൂഷൻ യൂസ് ചെയ്യണം വേണ്ടേ? ഓക്കെ, ക്ലീനിങ് സൊല്യൂഷൻ, ഓക്കെ, അത് യൂസ് ചെയ്യണം. ദെൻ പിന്നെ എന്തൊക്കെയായിരിക്കാം? സോ എന്താണ്, ഒരു സൊല്യൂഷൻ യൂസ് ചെയ്യണം. ദെൻ വേറൊന്നുമില്ല. മോപ്പിന്റെ ഹെഡ് ഉണ്ടല്ലോ, ആ ഹെഡ് റെഗുലർലി എന്താണ്, ഇത് ചേഞ്ച് ചെയ്തിരിക്കണം. ഒരേ എന്താണ് ഹെഡ് തന്നെ യൂസ് ചെയ്ത് എല്ലാ ഏരിയാസും എന്താണ് മോപ്പ് ചെയ്യാനായിട്ട് പാടില്ല. അത് വൺസ് ഇൻ എ വീക്ക് എങ്കിലും എന്താണ് മാറ്റിയിരിക്കണം. ദെൻ അതേപോലെ യൂസ് ചെയ്യുന്ന വാട്ടറും എന്താണ്, അതും മാറ്റിയിരിക്കണം. ഒരേ വാട്ടറിൽ തന്നെ ആയിരിക്കരുത് എപ്പോഴും മോപ്പ് റിൻസ് ചെയ്യേണ്ടത്. ആ വാട്ടറും എപ്പോഴും എന്താണ് മാറ്റിയിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ എന്താണ് മോപ്പിങ്ങുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പ്രധാനപ്പെട്ട 2 ടെക്നിക്സ് ആണ്. ഏതായിരുന്നു? Toward exit. പുറത്തകത്ത് നിന്ന് പുറത്തേക്ക് ആ രീതിയിലായിരിക്കണം തുടക്കേണ്ടത്. ടൂറിസ്റ്റ് എക്സിറ്റിലോട്ടായിരിക്കണം തുടക്കേണ്ടത് മോപ്പ് ചെയ്യേണ്ടത്. 80 പാറ്റേണിലായിരിക്കണം ഫോളോ ചെയ്യേണ്ടത്. ഈ പാറ്റേണിലായിരിക്കണം മോപ്പ് ചെയ്യേണ്ടത്. അത് ക്ലിയർ ആണല്ലോ? ദെൻ എക്സാമിൻ ഏരിയാസ് ഫോർ സീപ്പേജ് ഓർ എനി അതർ ഇഷ്യൂ ആൻഡ് റിപ്പോർട്ട് ഇൻസ്റ്റന്റ്ലി. ഓക്കെ, എന്തെങ്കിലും ഒരു സീപ്പേജ് ചോർച്ചയോ അതും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇഷ്യൂസോ ശ്രദ്ധയിൽപ്പെട്ടാൽ നേരത്തെ തന്നെ എന്താണിത് ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, ലേബർ റൂമുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ അത് അതോറിറ്റീസിന് എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. And the next one, clean the labor table after every delivery. Okay, labor table ന്റെ എന്തായിരുന്നു പ്രത്യേകത? എന്തായിരുന്നു? ചൈൽഡ് ബർത്ത് പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സപ്പോർട്ടിംഗ് ടൂൾ ആണ് എന്ത് ലേബർ ടേബിൾ എന്ന് പറയുന്നത്. അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ടൂൾ ആണ്. സോ ഓരോ ഡെലിവറിക്ക് ശേഷവും എന്താണ് അത് പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്തിരിക്കണം. And the last one നോക്കിക്കോളൂ, സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഫോർ ഡിസിൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ റിക്വയർഡ് ടു ബി ഫോളോഡ്. ഓക്കെ, എന്താണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡിസിൻഫെക്ഷൻ അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ മെത്തേഡ് എല്ലാം, അത്തരം പ്രൊസീജിയേഴ്സ് എല്ലാം ഫോളോ ചെയ്യേണ്ടതാണ്. ഓക്കെ, എന്തൊക്കെയായിരിക്കും അത്? PP യൂസ് ചെയ്യല്. ഓക്കെ, ദെൻ അപ്രോപ്രിയേറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്യണം വേണ്ടേ? പ്രോപ്പർ ആയിട്ടുള്ള സൊല്യൂഷൻ യൂസ് ചെയ്യണം. ദെൻ കണ്ടെയ്ൻ ചെയ്യണം. ഓക്കെ, കണ്ടെയ്ൻ ചെയ്യണം. ദെൻ സോ എന്താണ് ഇത്തരത്തിലുള്ള നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? ക്ലീനിങ് ആൻഡ് ഡിസിൻഫെക്ടിങ്ങുമായി ബന്ധപ്പെട്ട പോയിന്റ്സ്, ജനറൽ റൂൾസുകൾ. ഫസ്റ്റ് വൺ എന്താ ഡിസ്കസ് ചെയ്തത്? എക്യുപ്മെന്റ്സ് അകത്തേക്ക് കൊണ്ടുവരുന്ന, ലേബർ റൂമിന് അകത്തേക്ക് കൊണ്ടുവരുന്ന എല്ലാ എക്യുപ്മെന്റ്സുകളും പ്രോപ്പർ ആയിട്ട് വൈപ്പ് ചെയ്തതായിരിക്കണം, അതേപോലെ ക്ലീൻ ചെയ്തതായിരിക്കണം. ദെൻ ആഡിക്വേറ്റ് ക്ലീനിങ് സീക്വൻസ്, ഓരോ ഇന്റർവെൽസിലും എന്താണ് പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്തിരിക്കണം. ഡാമേജ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ആണെങ്കിൽ അതെന്താണ് ഒന്നില്ലെങ്കിൽ റിപ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ എന്താണ് റീപ്ലേസ് ചെയ്യുകയോ വേണ്ടതാണ്. ദെൻ ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് കോൺടാക്റ്റിൽ വന്ന കോട്ടൺസ് ആയിരിക്കാം അല്ലെങ്കിൽ ഡ്രസ്സിങ്സ് ആയിരിക്കാം, ഇതെല്ലാം എന്ത് ചെയ്യണം പ്രോപ്പർ ആയിട്ട് ഇൻസ്റ്റന്റ് തന്നെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം റിമൂവ്, അവിടെ നിന്നും ആ ഏരിയയിൽ നിന്നും റിമൂവ് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യേണ്ടതാണ്. ദെൻ അപ്രൂവ്ഡ് ആയിട്ടുള്ള മോപ്പിംഗ് ടെക്നിക്സുകൾ ഫോളോ ചെയ്യേണ്ടതാണ്. ടുവേർഡ്സ് ദ എക്സിറ്റ് അതല്ലെങ്കിൽ എന്താണ് അതാണ് ഒരു ടെക്നിക്സ്. പിന്നെ ഏതായിരുന്നു 5 അല്ലെങ്കിൽ 8 ആ പാറ്റേണിലായിരിക്കണം മോപ്പ് ചെയ്യേണ്ടത്. ദെൻ എന്തെങ്കിലും ലേബർ റൂമുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ അത് അതോറിറ്റീസിനെ അറിയിച്ചിരിക്കണം. പിന്നെന്തായിരുന്നു ലേബർ ടേബിൾ ഓരോ യൂസിന് ശേഷവും ഓരോ ഡെലിവറിക്ക് ശേഷവും എന്താണ് അത് പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ്, ഡിസിൻഫെക്ഷനുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സും ഫോളോ ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? ഇത് ആ ടോപ്പിക് ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ, അതിന്റെ താഴെ ഒരു ചെറിയൊരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, നോക്കിക്കോളൂ. The labor room and connecting passages should be cleaned at least twice a day. ഓക്കെ, ഈ ലേബർ റൂം അതിനെ ബന്ധിപ്പിക്കുന്ന അതിനെ കണക്ട് ചെയ്യുന്ന പാസേജസ് ഉണ്ട് അല്ലെ, പാസേജസും എന്ത് ചെയ്യണം? ഓക്കെ, പാസേജസും അറ്റ്ലീസ്റ്റ് ട്വൈസ് എ ഡേ. ഓക്കെ, ഏറ്റവും കുറഞ്ഞത് എത്ര പ്രാവശ്യം ക്ലീൻ ചെയ്യണം എന്നാ പറയുന്നത്? ദിവസം 2 നേരം. 2 പ്രാവശ്യങ്ങൾ, അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് 2 പ്രാവശ്യമെങ്കിലും ഡെയിലി ക്ലീൻ ചെയ്തിരിക്കണം. Then soiled areas and cleaning of spillage should earliest time possible. Soiled area means എന്താണ്? ഡേർട്ട് ഒക്കെ ഉള്ള ഏരിയാസ് ഉണ്ടാവില്ലേ, മലിനമായിട്ടുള്ള ഏരിയാസും അതേപോലെ തന്നെ സ്പില്ലേജും കഴിയുന്നത്ര വേഗത്തിൽ എന്താണ് അവിടെ നിന്നും റിമൂവ് ചെയ്തിരിക്കണം, ക്ലിയർ ചെയ്തിരിക്കണം. A detailed wash down of the labor room must be done at least twice a month.
മാസത്തില് അറ്റ്ലീസ്റ്റ് ട്വൈസ് ആണ്, 2 പ്രാവശ്യമെങ്കിലും എന്ത് ചെയ്യണം, ലേബർ റൂം ഡീപ് ക്ലീൻ ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? ലേബർ റൂമും അതിനെ ബന്ധിപ്പിക്കുന്ന പാസേജും ദിവസത്തിൽ 2 തവണയെങ്കിലും ക്ലീൻ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ഡേട്ടുള്ള സോയിൽഡ് മലിനമായ വസ്തുക്കളും അതേപോലെ തന്നെ സ്പില്ലേജസും കഴിയുന്നത്ര വേഗത്തിൽ ആ ഏരിയയിൽ നിന്നും നീക്കം ചെയ്തിരിക്കണം. പിന്നെന്തായിരുന്നു, മാസത്തില് 2 തവണയെങ്കിലും എന്താണ്, ഡീപ് ക്ലീൻ, ലേബർ റൂം ഡീപ് ക്ലീൻ ചെയ്തിരിക്കണം. ക്ലിയർ അല്ലേ അത്? ക്ലീനിങ് ആൻഡ് ഡിസിൻഫെക്റ്റിംഗ്. നെക്സ്റ്റ് ടോപ്പിക് നോക്കിക്കോളൂ, ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ്. ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ് നോക്കിക്കോളൂ. Infection control refers to the policies and procedures used to reduce the risk caused owing to infection spread, especially in healthcare facilities. Okay, എന്താണ്? എസ്പെഷ്യലി ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലെ ഇൻഫെക്ഷൻ മൂലമുണ്ടാകാവുന്ന അപകടങ്ങൾ, റിസ്കുകളെ കുറയ്ക്കുന്നതിന് വേണ്ടി ഫോളോ ചെയ്യുന്ന പോളിസീസിനെയും പ്രൊസീജിയേഴ്സിനെയുമാണ് ഇൻഫെക്ഷൻ കൺട്രോൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? എന്താണ് ഇൻഫെക്ഷൻ കൺട്രോൾ? ഏതൊരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും അവിടെയുള്ള എന്താണ്, ഇൻഫെക്ഷൻ മൂലമുണ്ടാകാൻ ചാൻസസ് ഉള്ള റിസ്കുകളെ കുറയ്ക്കുന്നതിന് വേണ്ടി ഫോളോ ചെയ്യേണ്ട പോളിസീസും പ്രൊസീജിയേഴ്സിനെയുമാണ് ഇൻഫെക്ഷൻ കൺട്രോൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Special attention and standard practice should be followed for cleaning the labor room. ഓക്കെ, എന്താണ്, ലേബർ റൂമിൽ എന്താണ്, പ്രോപ്പർ ആയിട്ട് എല്ലാ സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സും ഫോളോ ചെയ്തായിരിക്കണം ലേബർ റൂം ക്ലീൻ ചെയ്യേണ്ടത്. Poor infection control practices in labor and delivery rooms lays the patient, infants as well as the healthcare staff at risk. അപ്പൊ മോശമായ രീതിയിലാണ് അത് പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യുന്നില്ല എങ്കിൽ അത് ആരെയെല്ലാം അഫക്ട് ചെയ്യാം? ലേബർ റൂം പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യുന്നില്ല, അങ്ങനെയാണെങ്കിൽ ഇത് ആരെയെല്ലാം അഫക്ട് ചെയ്യുന്നുണ്ട്? ഹെൽത്ത് കെയർ സ്റ്റാഫ്, സ്റ്റാഫുകളെ മാത്രമാണ്, പേഷ്യൻസ്, അല്ലെ? അമ്മയെയും കുഞ്ഞിനെയും വരെ, ഇവൻ എന്താണ്, അമ്മയെയും കുഞ്ഞിനെയും വരെ അത് ദോഷകരമായിട്ട് ബാധിച്ചേക്കാം. അപ്പോ എന്താണ്, പ്രോപ്പർ ആയിട്ട് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യേണ്ടത് എന്താണ്, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, നോക്കിക്കോളൂ. സ്റ്റാഫ് ഇൻ കളക്ടിങ് വേസ്റ്റ് ഷുഡ് വെയർ യൂട്ടിലിറ്റി ഗ്ലൗസ് ആൻഡ് ക്ലോസ്ഡ് ഷൂസ്. ഈ വേസ്റ്റുകൾ കളക്ട് ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ടല്ലോ, ഹെൽത്ത് കെയർ സ്റ്റാഫുകൾ ഉണ്ട്, അവരെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? എന്താ ശ്രദ്ധിക്കേണ്ടത്? യൂട്ടിലിറ്റി ഗ്ലൗസ് ആൻഡ് ക്ലോസ്ഡ് ഷൂസ്. അവരെന്താണ്, ഗ്ലൗസ് വെയർ ചെയ്തിരിക്കണം. യൂട്ടിലിറ്റി ഗ്ലൗസ് എന്താണ്, വെയർ ചെയ്തിരിക്കണം. നല്ല തിക്ക് ആയിട്ടുള്ള, ഹെവി ആയിട്ടുള്ള ലാക്ടസ് റബ്ബർ കൊണ്ടുള്ള എന്ത് ഗ്ലൗസ്, റീയൂസ് ചെയ്യാൻ കഴിയുന്ന ഗ്ലൗസുകൾ യൂസ് ചെയ്യണം. അതേപോലെ തന്നെ എന്താണ്, ഷൂസ് കവർ ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? നമ്മൾ പറഞ്ഞു പലതരത്തിലുള്ള വേസ്റ്റുകൾ ഉണ്ട് അല്ലെ, ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഉണ്ട്, അതുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നത് മൂലം അവർക്ക് എന്താണ്, ഇൻഫെക്ഷൻ പിടിപെടാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പൊ അത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇത്തരം വർക്കേഴ്സ്, ഈ വേസ്റ്റുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന വർക്കേഴ്സ്, സ്റ്റാഫുകൾ മസ്റ്റ് ആയിട്ടും ഗ്ലൗസ് വെയർ ചെയ്യണം. അതേപോലെ തന്നെ ഷൂസ് കവർ ചെയ്തിരിക്കണം. നെക്സ്റ്റ് നോക്കിക്കോളൂ. വേസ്റ്റ് ടു ബി ഗാതേർഡ് ഇൻ ലീക്ക് പ്രൂഫ് കണ്ടെയ്നേഴ്സ്. എവിടെയാ വേസ്റ്റ് കളക്ട് ചെയ്യേണ്ടത്? ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിലാണ്. ഓക്കെ, അപ്പൊ ഷാർട്ട്സ് ഒക്കെ ആണെങ്കിലോ പഞ്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നറിലായിരിക്കണം. സോ ഇവർ കളക്ട് ചെയ്യുന്ന സ്റ്റാഫുകൾ വേസ്റ്റുകൾ കളക്ട് ചെയ്യേണ്ടത് ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിലായിരിക്കണം. വേസ്റ്റ് ഷുഡ് ബി ക്ലിയർ ഫോർ ഡിസ്പോസൽ വെൻ 3/4 ഫുൾ. ഓക്കെ, വേസ്റ്റ് എപ്പോഴാ ക്ലിയർ ചെയ്യേണ്ടത്? ഡിസ്പോസലിന് വിധേയമാക്കേണ്ടത് എപ്പോഴാ? ഫില്ലായതിനു ശേഷമാണോ? ഒരു 3/4 മുക്കാൽ ഭാഗം ആകുമ്പോഴേക്കും എന്താണ്, അത് ക്ലിയർ ചെയ്തിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ അഗെയിൻ ലീക്കേജിന് ചാൻസസ് ഉണ്ട്. വേസ്റ്റ് ഷുഡ് ബി സെപ്പറേറ്റഡ് ഇൻടു ഇൻഫെക്ഷ്യസ് ആൻഡ് നോൺ ഇൻഫെക്ഷ്യസ് വേസ്റ്റ്. ഓക്കെ, എല്ലാ വേസ്റ്റുകളെയും എന്താണ്, മെയിൻലി ഇൻഫെക്ഷ്യസ് വേസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ നോൺ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള വേസ്റ്റുകൾ ഉണ്ട്. അതിനെ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷമായിരിക്കണം എന്ത്, കണ്ടെയ്നറിൽ ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ ഡിസ്പോസലിന് വിധേയമാക്കേണ്ടത്. ക്ലിയർ ആണോ? വേസ്റ്റുകൾ എന്താണ്, മസ്റ്റ് ആയിട്ടും സെപ്പറേറ്റ് ചെയ്തിരിക്കണം. എങ്ങനെയാ സെപ്പറേറ്റ് ചെയ്യേണ്ടത്? ഇൻഫെക്ഷൻ ആൻഡ് നോൺ ഇൻഫെക്ഷൻ. ഇൻഫെക്ഷ്യസ് വേസ്റ്റുകൾ അതേപോലെ തന്നെ നോൺ ഇൻഫെക്ഷ്യസ് വേസ്റ്റുകൾ. ഓക്കെ,
ഡിസിൻഫെക്ട് വിത്ത് ബ്ലീച്ചിങ് മിക്സ്ചർ ഫോളോഡ് ബൈ വാഷിംഗ് ആൻഡ് ഓട്ടോക്ലേവ്. ഇനി ആ ഏരിയ എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? ഡിസിൻഫെക്റ്റന്റ്. ഓക്കെ, ഒരു എന്താണ് മീൻസ് ബ്ലീച്ചിങ് മിക്സ്ചർ യൂസ് ചെയ്ത് എന്താണ് ആ മിക്സ് കൊണ്ട് ആ സൊല്യൂഷൻ യൂസ് ചെയ്ത് ഏരിയ സർഫസ് ക്ലീൻ ചെയ്യാം. ഇനി ഡിവൈസുകൾ എക്യുപ്മെന്റ്സ് ഒക്കെ ആണെങ്കിലോ ഏത് പ്രോസസ്സാ ഫോളോ ചെയ്യേണ്ടത്? ഡിവൈസുകളാണെങ്കിൽ ഓട്ടോക്ലേവിങ്ങിന് വിധേയമാക്കണം. ഓക്കെ, ജെംസിനെ നശിപ്പിക്കുന്ന ഒരു മെത്തേഡാണ് ഓട്ടോക്ലേവിംഗ്, അതിന് വിധേയമാക്കിയിരിക്കണം. Then biomedical waste management standard procedures must be followed. ഓക്കെ, ബയോമെഡിക്കൽ വേസ്റ്റുമായി ബന്ധപ്പെട്ട എന്താണ് പ്രൊസീജിയേഴ്സ്, കുറെ സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് ഉണ്ട്, അതെല്ലാം എന്താണ് ഫോളോ ചെയ്തിരിക്കണം. എന്തൊക്കെയാണ് ആ പ്രൊസീജിയേഴ്സ്? ഒരു ഹോസ്പിറ്റൽസിൽ പലതരത്തിലുള്ള ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഉണ്ട്. ഓരോ വേസ്റ്റുകളെയും എങ്ങനെയാണ് ഓരോ രീതിയിലാണ് ട്രീറ്റ് ചെയ്യേണ്ടത് അല്ലെ? ഓരോ സെപ്പറേറ്റ് സൊല്യൂഷൻ ആണ് അതിന് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ എന്താണ് ഇത്തരത്തിലുള്ള സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിരിക്കണം. ദെൻ ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ് ആണെങ്കിൽ എന്താ പ്രൊസീജിയർ? എന്തൊക്കെയാ പ്രൊസീജിയർ? സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ എന്താ? ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ആയിട്ടും വെയർ ചെയ്തിരിക്കണം. ദെൻ കണ്ടെയ്ൻ ദ സ്പിൽ അല്ലെ? സ്പിൽ എന്താണ് സ്പ്രെഡ് ചെയ്യാതെ അബ്സോർബ് ചെയ്യാനുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യണം. ദെൻ ക്ലീൻ ദ സ്പിൽ. എന്താണ് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. എങ്ങനെയാണ്? 1% ഹൈപ്പോക്ലോറിക് 1% ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്ത ആ സർഫസ് എന്താണ് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. ദെൻ പിന്നെന്താ ചെയ്യേണ്ടത്? വേസ്റ്റ് എല്ലാം ബയോഹസാർഡ് ലാബിൽ എക്സ്പോസ് ചെയ്യണം. നമ്മൾ യൂസ് ചെയ്ത അബ്സോർബൻ മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്ത അബ്സോർബൻ പാഡ്സ്, ടിഷ്യൂസ്, ഇതെല്ലാം എന്താണ് അതുപോലെ തന്നെ ഇതുമായിട്ട് കോൺടാക്റ്റിൽ വന്ന ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡുമായിട്ട് കോൺടാക്റ്റിൽ വന്ന എല്ലാ മെറ്റീരിയൽസും ലേബിൾഡ് ചെയ്ത ബാഗിലോ കണ്ടെയ്നറിലോ എന്താണ് ഡിസ്പോസ് ചെയ്തിരിക്കണം. ദെൻ പിന്നെന്തായിരുന്നു? ഒരു പോയിന്റും കൂടി പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു ലാസ്റ്റ് വൺ? എന്തായിരുന്നു, ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? എങ്ങനെ ഇത് ഡിസ്പോസലിന് വിധേയമാക്കേണ്ടത്? ഗവൺമെന്റിന്റെ എല്ലാ റൂൾസ് ആൻഡ് ഹോസ്പിറ്റൽ പോളിസീസും അനുസരിച്ചായിരിക്കണം ഈ വേസ്റ്റുകളെ ഫൈനൽ ഡിസ്പോസലിന് വിധേയമാക്കേണ്ടത്. ക്ലിയർ ആണോ? അപ്പൊ ഇത്തരത്തിലുള്ള സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്തിരിക്കണം. എന്തിനു വേണ്ടിയാ? ഇൻഫെക്ഷനെ പ്രോപ്പർ ആയിട്ട് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി. ക്ലിയർ ആണോ? ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണോ? ദെൻ നെക്സ്റ്റ് ടോപ്പിക് നോക്കിക്കോളൂ, ന്യൂ ബോൺ കെയർ. ന്യൂ ബോൺ കെയർ. Necessary care at birth of a newborn is compulsory for all labor rooms and obstetrics operation theaters of the delivery point. Okay, ഒരു ന്യൂ ബോൺ, ഓക്കെ, ഒരു ജനിച്ച ആ ബേബിക്ക് എന്താണ് നമുക്ക് എല്ലാ കെയറും, ഓക്കെ, അത് ലേബർ റൂമിലാണെങ്കിലും മറിച്ച് എന്താണ് സിസേറിയൻ ആണെങ്കിലും എവിടെയായിരിക്കും? ഒബ്സ്റ്റെട്രിക്സിന്റെ OT-യിലായിരിക്കും, എവിടെ അല്ലെ? അവിടെയാണെങ്കിലും ഒരു ന്യൂ ബോണിന് ആവശ്യമായ എല്ലാ ഫെസിലിറ്റീസും എല്ലാ കെയറും എന്താണ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, well-qualified pediatricians, staff nurses and support staff are needed. ഓക്കെ, ക്വാളിഫൈഡ് ആയിട്ടുള്ള പീഡിയാട്രീഷ്യന്റെ ഹെൽപ്പ് വേണം, സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ സ്റ്റാഫ് നേഴ്സ്, സപ്പോർട്ട് സ്റ്റാഫ് തുടങ്ങിയ എല്ലാ ഹെൽത്ത് കെയർ സ്റ്റാഫും വർക്കേഴ്സ് എന്നാണ് അവിടെ ഉണ്ടായിരിക്കണം. Then the service given at newborn care facilities consist of ഒരു ന്യൂബോൺ, ആ ന്യൂബോണിന് എന്തെല്ലാം കെയറുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ഫെസിലിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്? എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് കെയർ അറ്റ് ബർത്ത്. ഓക്കെ, ബർത്തിന്റെ ടൈമിൽ എന്തെല്ലാം ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഒരു ന്യൂബോണിനെ സംബന്ധിച്ച് ജനന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, എന്തെല്ലാം ഫെസിലിറ്റീസ് നൽകേണ്ടതുണ്ട്? എന്തൊക്കെയായിരിക്കും? ആലോചിച്ച് പറയൂ, എന്തൊക്കെ നൽകണം? ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് നൽകേണ്ടത്? നമ്മൾ ഫിസിക്കൽ ഹെൽത്ത് ചെക്ക് ചെയ്യണം, വേണ്ടേ? ഫിസിക്കൽ കണ്ടീഷൻ ചെക്ക് ചെയ്യണം കുഞ്ഞിന്റെ. വെയിറ്റ് നോക്കേണ്ടതുണ്ട്. ഓക്കെ, വെയിറ്റ് നോക്കണം. ഹൈറ്റ് നോക്കാറുണ്ട്. ദെൻ ഫീഡ് ചെയ്യിപ്പിക്കണം. ഓക്കെ, ഫീഡ് ചെയ്യിപ്പിക്കണം. ദെൻ
വൈറ്റൽ സയൻസ്. ഓക്കെ, വൈറ്റൽസ് ചെക്ക് ചെയ്യണം. ഓക്കെ, വാക്സിൻസ്. ഓക്കെ, വാക്സിൻസ് പ്രൊവൈഡ് ചെയ്യണം. വാക്സിൻ കൊടുക്കേണ്ടതുണ്ട് കുട്ടികൾക്ക് അല്ലെ, ജനിച്ച ഉടനെ കൊടുക്കുന്ന വാക്സിൻസ് ഉണ്ട്, അത്തരം വാക്സിൻസ് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസ് എപ്പോഴാണ്? കെയർ അറ്റ് ബർത്ത്, ജനിച്ച ഉടനെയുള്ള കുഞ്ഞിന് നൽകുന്ന കെയറുകളാണ്. ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കോളൂ, ബേസിക് കെയർ ആൻഡ് സ്റ്റെബിലൈസേഷൻ ഓഫ് സിക്ക് ന്യൂ ബോൺ. ഓക്കെ, എന്താണ്? ഒരു സിക്കുമായിട്ട്, ഒരു അസുഖവുമായിട്ട് ഓക്കെ ജനിക്കുന്ന ഒരു കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിന് ഏത് രീതിയിലുള്ള കെയർ ആണ് നൽകേണ്ടത്? എന്തൊക്കെ കെയർ നൽകണം? എന്തൊക്കെ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം? എന്തെങ്കിലും അസുഖത്തോടെയാണ് ആ കുഞ്ഞ് ജനിക്കുന്നതെങ്കിൽ എന്തെല്ലാം കെയർ നൽകേണ്ടതുണ്ട്? NICUലോട്ട് അല്ല, ആവശ്യമാണെങ്കിൽ NICUലോട്ട് ഷിഫ്റ്റ് ചെയ്യിക്കണം. നേരത്തെ പറഞ്ഞ എല്ലാ കെയറും നൽകണം വേണ്ടേ? ഹൈറ്റ്, വെയിറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ NICU ആവശ്യമാണെങ്കിൽ അതിലോട്ട് എന്താണ്? ഷിഫ്റ്റ് ചെയ്യിക്കണം. ദെൻ ചില കുട്ടികൾക്ക് എന്താണ്? പ്രിമച്വർ ബേബീസ് ഒക്കെ ആണെങ്കിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അത്തരം സിറ്റുവേഷൻ ആണെങ്കിൽ ഒരു ട്യൂബിന്റെ ഹെൽപ്പോട് കൂടി ഫീഡ് ചെയ്യിപ്പിക്കേണ്ടതാണ്. ദെൻ മെഡിസിൻസ് ആവശ്യമാണെങ്കിൽ അല്ലെ, അസുഖത്തോടെയാണ് ജനിക്കുന്നത്, അപ്പോൾ എന്താണ്? മെഡിസിൻസ് ആവശ്യമാണെങ്കിൽ അതും പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. വേറെന്തെങ്കിലും ഉണ്ടോ? ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടോ, കണ്ടീഷൻ ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി ഫിസിക്കൽ എക്സാമിനേഷനും നടത്തേണ്ടതാണ്. ക്ലിയർ ആണോ? സോ നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കോളൂ, റെസിസിറ്റേഷൻ. എന്താ റെസിസിറ്റേഷൻ എന്ന് പറഞ്ഞാല്? ജനിക്കുന്ന സമയത്ത് ചില കുട്ടികൾക്ക് എന്താണ്? പ്രോപ്പർ ആയിട്ട് ബ്രീത്ത് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ, അത്തരം ഇഷ്യൂസ് ഉള്ള കുട്ടികൾ ഉണ്ടാകാം. അതേപോലെ തന്നെ സ്ലോ ആയിട്ടുള്ള ഹാർട്ട് റേറ്റ് ഉള്ള കുട്ടികൾ ഉണ്ടായിരിക്കാം. ഓക്കെ, സ്ലോ ഹാർട്ട് റേറ്റ് ഉള്ള കുട്ടികൾ ഉണ്ടായിരിക്കാം. അപ്പൊ അത്തരം കുട്ടികൾക്ക് വേണ്ടി അവർക്ക് ഓക്സിജൻ പ്രോപ്പർ ആയിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയും അതേപോലെ തന്നെ ഹാർട്ട് ബീറ്റ് നോർമൽ ആക്കുന്നതിന് വേണ്ടിയും നൽകുന്ന എന്താണ്? ടെക്നിക്സുകളെ, മെത്തേഡ്സുകളെയാണ് റെസിസിറ്റേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇങ്ങനെ പുറത്ത് ടാപ്പ് ചെയ്യുക, അതേപോലെ തന്നെ കാലിൽ ഇങ്ങനെ പിടിക്കുക, അതൊക്കെ കണ്ടിട്ടില്ലേ? അത്തരം ടെക്നിക്സിനെയാണ്, അല്ലെങ്കിൽ എന്താ, ഡിവൈസുകൾ, ചില ഡിവൈസുകൾ യൂസ് ചെയ്യാറുണ്ട്, അതിനെയാണ് റെസിസിറ്റേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ. ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി ചെയ്യുന്ന എന്താണ്? ടെക്നിക്സുകൾ അല്ലെങ്കിൽ മെത്തേഡ്സുകളെയാണ് റെസിസിറ്റേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റ് ആണ് ഡിസ്പ്ലേയിങ് ഓഫ് വൈറ്റൽസ്. എന്താണ് ഡിസ്പ്ലേയിങ് ഓഫ് വൈറ്റൽസ് എന്ന് പറഞ്ഞാല്? കുട്ടിയുടെ ഫിസിയോളജിക്കൽ സ്റ്റാറ്റസ് എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് ഒബ്സർവ് ചെയ്യേണ്ടതുണ്ട് അല്ലെ. അതിന് എന്തെല്ലാം കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ടതുണ്ട്? എന്തെല്ലാം വൈറ്റൽസ് ചെക്ക് ചെയ്യണം? ഹാർട്ട് റേറ്റ്, ടെമ്പറേച്ചർ നോക്കണം. ദെൻ ഇത് മാത്രം മതിയോ? കുട്ടിക്ക് പ്രോപ്പർ ആയിട്ട് ബ്രീത്ത് ചെയ്യുന്നുണ്ടോ എന്ന് അറിയണം വേണ്ടേ? റെസ്പിറേറ്ററി റേറ്റ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ ഓക്സിജൻ ലെവൽ, ബ്ലഡിൽ ആവശ്യത്തിന് ഓക്സിജൻ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ, ഓക്സിജൻ സാച്ചുറേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഡിസ്പ്ലേയിങ് ഓഫ് വൈറ്റൽസ് എന്ന് പറയുന്നത്. പൾസ്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് ഒരു ചെക്ക് ചെയ്തിരിക്കണം. ദെൻ ഇമ്മ്യൂണൈസേഷൻ സർവീസ്. എന്താണ് ഇമ്മ്യൂണൈസേഷൻ സർവീസ്? ഒരു ന്യൂ ബോൺ നൽകേണ്ട ഫെസിലിറ്റി ആണ് ഇമ്മ്യൂണൈസേഷൻ സർവീസ് എന്ന് പറയുന്നത്. എന്താണ്? വാക്സിൻ നൽകുക അല്ലെ. എന്നാൽ ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കുന്നതിന് വേണ്ടി കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള വാക്സിൻ നൽകേണ്ടതുണ്ട്. എന്തൊക്കെ വാക്സിൻസ് നൽകാറുണ്ട്? BCG. ഓക്കെ. ദെൻ ഹെപ്പറ്റൈറ്റിസ് ബി, പിന്നെ MR1, IPV, OPV, പോളിയോ. ഓക്കെ. ദെൻ ഓറൽ വാക്സിനേഷൻ ഉണ്ട്, ഓറൽ നൽകുന്ന വാക്സിനേഷൻ ഉണ്ട് അതില്. അതേപോലെ തന്നെ എന്താണ്? ഇൻജെക്റ്റബിൾ ആയിട്ടുള്ള വാക്സിൻസ് ഉണ്ട് അല്ലെ. അപ്പൊ എന്തൊക്കെയായിരുന്നു? BCG പറഞ്ഞു, പോളിയോ, പിന്നെന്തായിരുന്നു? ഹെപ്പറ്റൈറ്റിസ്, MR1, OPV, IPV, പെൻഡാവാക്സ്.
ഓക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള വാക്സിൻസ് കുട്ടികൾക്ക് എന്താണ് ഇമ്മ്യൂണൈസേഷന് വേണ്ടിയിട്ടുള്ള വാക്സിൻസ് കുട്ടികൾക്ക് നൽകിയിരിക്കണം. അതെന്താണ് ഒരു ന്യൂ ബോണിനെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ്, നമ്മളത് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ദെൻ ചെക്ക് ഫോർ എനി ഇൻബോൺ ഇറഗുലാരിറ്റി. ഓക്കെ, ഒരു ന്യൂ ബോണിന് എന്തെങ്കിലും ഇറഗുലാരിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിരിക്കണം. ഓക്കെ, ജനിക്കുന്ന ഉടനെ തന്നെ എന്താണ് എന്തെങ്കിലും എന്താണ് ഇൻബോൺ ഇറഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരാം അതില്? ജന്മന എന്തെങ്കിലും ജനറ്റിക് ഡിസോർഡർ വരാം അല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാറുണ്ട്? ഹിയറിംഗ് സ്ക്രീനിങ് നടത്താറില്ലേ? സ്ക്രീനിങ് നടത്താറുണ്ട്. ദെൻ സ്പീച്ചിങ് തെറപ്പി. ഓക്കെ, ഹിയറിംഗ് സ്ക്രീനിങ്. ഓക്കെ, ദെൻ പിന്നെന്തായിരുന്നു? ഫിസിക്കൽ എക്സാമിനേഷൻ നടത്താറുണ്ട് അല്ലെ? ഫിസിക്കൽ എക്സാമിനേഷൻ നടത്താറുണ്ട്. ഓക്കെ, ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? ആ ന്യൂ ബോണിന്റെ ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ ആണോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസും ആ ന്യൂ ബോണിന് എന്താണ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ദെൻ ബ്രസ്റ്റ് ഫീഡിംഗ് ആൻഡ് ഫീഡിംഗ് സപ്പോർട്ട്. ഓക്കെ, ആ ന്യൂ ബോണിന് എന്താണ് ബ്രസ്റ്റ് ഫീഡിങ്ങും ചെയ്തിരിക്കണം. ഓക്കെ, ഓരോ അരമണിക്കൂർ മീൻസ് എന്താണ് ജനിച്ച ഉടനെ അരമണിക്കൂറിനുള്ളിൽ തന്നെ എന്താണ് കുഞ്ഞിനെ ഫീഡ് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും വീണ്ടും ഫീഡിങ് ചെയ്യേണ്ടതാണ്. ഓക്കെ, കുഞ്ഞിനെ സംബന്ധിച്ച് എന്താണ് ബ്രസ്റ്റ് ഫീഡ് എന്ന് പറഞ്ഞാൽ, ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ന്യൂട്രീഷൻ ആണല്ലേ? അപ്പൊ എന്താണ് പ്രോപ്പർ ആയിട്ട് കുഞ്ഞിന് നൽകിയിരിക്കണം. അതെന്താണ് ഫസ്റ്റ് ഫെസിലിറ്റി ആണ്, അവന് പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു ഫെസിലിറ്റി ആണ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ലുക്ക് ഇൻ ടു ഓഫ് ഹൈ റിസ്ക് ന്യൂ ബോൺ. ഓക്കെ, ചില കുട്ടികൾ എങ്ങനെയാണ് ഹൈ റിസ്ക് ന്യൂ ബോൺ ആയിട്ടാണ് ജനിക്കാറ്. എന്താ അതില് എന്തൊക്കെ റിസ്കിന് ചാൻസസ് ഉണ്ട്? പ്രിമച്വർ ബേബീസ് വരാറുണ്ട് അല്ലെ? പ്രിമച്വർ ബേബീസ് ജനിക്കാറുണ്ട്. അതേപോലെ തന്നെ പിന്നെന്താണ് ലോ ബെർത്ത് വെയിറ്റ് ബേബീസ് ഇല്ലേ, വെയിറ്റ് കുറഞ്ഞ ബേബീസ് വരാറുണ്ട്, ജനിക്കാറുണ്ട്. അതേപോലെ തന്നെ പ്രഗ്നൻസിയിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ, ഓക്കെ, എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് വരാം? പ്രഗ്നൻസിയിൽ ഇപ്പൊ എന്താണ് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ആ ബേബീസിനും എന്താണ് ആ കോംപ്ലിക്കേഷൻസ് മേ ബി ഉണ്ടാകാനായിട്ട് ചാൻസസ് ഉണ്ട്. ഇപ്പോ ഡയബറ്റിക്സ് ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് എന്താണ് ഷുഗർ ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ പ്രഷർ ഹൈപ്പർ പ്രഷർ ഉണ്ടെങ്കിൽ എന്താണ് ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ്. എനിക്ക് മനസ്സിലായില്ലേ? ക്ലിയർ ആയില്ല എന്തായിരുന്നു? മഷി ഇറക്കുന്ന ടൈപ്പ് കഴിച്ചു. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉള്ള ബേബീസ് ആണെങ്കിൽ എന്താണ് അവർക്ക് പ്രത്യേകം കെയർ നൽകേണ്ടതാണ് അല്ലെ? NICU ആവശ്യമാണെങ്കിൽ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യിക്കേണ്ടതാണ്. പിന്നെന്താണ് പ്രിമച്വർ ബേബീസ് ഒക്കെ ആണെങ്കിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് വേണം? പ്രിമച്വർ ബേബീസ് അല്ലെങ്കിൽ ലോ ബെർത്ത് വെയിറ്റ് ബേബീസ് ആണെങ്കിൽ എന്താണ് ഇൻക്യുബേറ്റർ ആവശ്യമാണെങ്കിൽ, റേഡിയൻ വോമർ ആവശ്യമാണെങ്കിൽ അത് യൂസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ദെൻ ഇൻഫെക്ഷൻ വരാതെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, ദെൻ പിന്നെന്തെങ്കിലും ഉണ്ടോ? റെസ്പിറേറ്ററി സപ്പോർട്ട് നൽകണം അല്ലെ? സ്വയം എന്താണ് അവർക്ക് ബ്രീത്ത് ചെയ്യാനായിട്ട് കഴിയില്ല. ഓക്കെ, അവരുടെ ലങ്സ് പ്രോപ്പർ ആയിട്ട് എന്താണ് ഡെവലപ്ഡ് ആയിട്ടുണ്ടായിരിക്കില്ല. അപ്പൊ എന്താണ് അവർക്ക് ബ്രീത്തിങ്ങിനുള്ള സപ്പോർട്ട് നൽകേണ്ടതാണ്. ദെൻ അതേപോലെ തന്നെ ഫീഡിങ്ങിനുള്ള സപ്പോർട്ടും നൽകേണ്ടതാണ്. ക്ലിയർ ആണോ? പ്രിമച്വർ ബേബീസ്, അതേപോലെ തന്നെ ലോ ബെർത്ത് വെയിറ്റ് ബേബീസ്, അതേപോലെ നേരത്തെ എന്താ പറഞ്ഞത് ഓപ്പറേഷൻ അല്ലെങ്കിൽ എന്തായിരുന്നു പ്രഗ്നൻസിയിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അല്ലെ, അത്തരം ബേബീസിന് എന്താണ് കുറച്ചുകൂടി ഉയർന്ന നിലവാരത്തിലുള്ള കെയർ നൽകേണ്ടതാണ്. ആൻഡ് ലാസ്റ്റ് പോയിന്റ് നോക്കിക്കോളൂ, റെഫറൻസ് സർവീസ്. ഓക്കെ, എന്തായിരിക്കാം റെഫറൻസ് സർവീസ് എന്ന് പറഞ്ഞാല്? അല്ലെ, ഇപ്പൊ ഒരു ഹൈ റിസ്ക് ഉള്ള ന്യൂ ബോൺ ആണെങ്കിൽ, ഒരു ഹൈ റിസ്ക് ഉള്ള ബേബി ആണെങ്കിൽ ആ ബേബിക്ക് ആവശ്യമായ എന്താണ് മികച്ച കെയർ ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത് അല്ലെ? അതിനുള്ള ഇൻഫർമേഷൻസ് പാരന്റ്സിനാണെങ്കിലും അതേപോലെ തന്നെ മറ്റ് ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്കാണെങ്കിലും അറിഞ്ഞിരിക്കണം വേണ്ടേ? അവർ ആ ഇൻഫർമേഷൻ എങ്ങനെയാണ് ആ ബേബിയെ ട്രീറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കെയർ നൽകേണ്ടത് എന്നതിനെ കുറിച്ചുള്ള അറിവ് അവർക്കുണ്ടായിരിക്കണം. ഓക്കെ, ആ അറിവ് എവിടെ നിന്നെല്ലാം ലഭിക്കാം? ഒരു ബേബിയെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, എങ്ങനെ കെയർ ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഇപ്പൊ പാരന്റ്സിനാണെങ്കിലും അതേപോലെ മറ്റ് ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്കാണെങ്കിലും എവിടെ നിന്നെല്ലാം ലഭിക്കാം? NICU.
ഡോക്ടർ, ഓക്കെ, ഹോസ്പിറ്റലിൽ നിന്ന്, ഡോക്ടറിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഉണ്ട് അല്ലേ? ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒരു ഗൈഡ് ലൈൻസ് പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ വ്യക്തമായിട്ട് ഒരു ന്യൂ ബോണിനെ, ഹൈ റിസ്ക് ഉള്ള ന്യൂ ബോൺ ആണെങ്കിലും അല്ല സാധാരണ ഒരു ബേബി ആണെങ്കിലും എങ്ങനെയാണ് അത്തരം ബേബീസിനെ ടേക്ക് കെയർ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് വ്യക്തമായ ഗൈഡ് ലൈൻസ് അവർ പുറത്തിറക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതൊരു റെഫറൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. ദെൻ പീഡിയാട്രീഷ്യനിൽ നിന്നും എന്താണ് ഇത്തരത്തിലുള്ള അറിവുകൾ നേടാവുന്നതാണ്. ക്ലിയർ ആണോ? സോ എന്തൊക്കെയായിരുന്നു നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്? ഫസ്റ്റ് എന്തായിരുന്നു? ക്ലീനിങ് ആൻഡ് ഡിസിൻഫെക്റ്റിംഗ് ആയിരുന്നു അല്ലേ? എന്തൊക്കെ പഠിച്ചു അതിൽ? എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? ക്ലീനിങ് ആൻഡ് ഡിസിൻഫെക്റ്റിംഗ്. ലേബർ റൂമിലെ എക്യുപ്മെന്റ്സ് എല്ലാം വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യണം. ഓക്കെ. ഓരോ ഇന്റർവെൽസിലും ലേബർ റൂം പ്രോപ്പറായി ക്ലീൻ ചെയ്യണം. ഡാമേജ് എക്യുപ്മെന്റ്സ് റിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യണം. ബ്ലഡിന്റെയോ ബോഡി ഫ്ലൂയിഡ്സിന്റെയോ വല്ല കോട്ടൺസിന്റെ അത് എത്രയും പെട്ടെന്ന് അവിടെ മാറ്റിയിരിക്കണം. എപ്പോഴും ഉപയോഗിക്കുന്ന മോപ്പിംഗ് ടെക്നിക് ആയിരിക്കണം, അതായത് 2 വേർഡ് എക്സിറ്റ് അല്ലെങ്കിൽ 5 or 8 പാറ്റേൺ ആയിരിക്കണം ഫോളോ ചെയ്യേണ്ടത്. എന്തെങ്കിലും ഒരു ചോർച്ച ഉണ്ടായാൽ നേരത്തെ തന്നെ അതോറിറ്റിയെ റിപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ ശ്രദ്ധയിൽപ്പെട്ടാൽ തന്നെ എന്താണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിച്ചിരിക്കേണ്ടതാണ്. ദെൻ ഓരോ ഡെലിവറിക്ക് ശേഷം ലേബർ ടേബിൾ ക്ലീൻ ചെയ്യണം. പിന്നെന്തായിരുന്നു? ഡിസിൻഫെക്ഷനുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഫോളോ ചെയ്യണം. ഓക്കെ, സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്തിരിക്കണം. ദെൻ ലാസ്റ്റ് ഒരു ചെറിയ പാരഗ്രാഫ് നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. എന്തായിരുന്നു? ലേബർ റൂമും അതിനെ ബന്ധിപ്പിക്കുന്ന പാസേജും എപ്പോഴാണ് ക്ലീൻ ചെയ്യേണ്ടത്? അറ്റ്ലീസ്റ്റ് ട്വൈസ് എ ഡേ, ഒരു ദിവസത്തിൽ കുറഞ്ഞത് 2 തവണയെങ്കിലും പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്തിരിക്കണം. പിന്നെന്തായിരുന്നു? മലിനമായ ഏരിയ വില്ലേജ് അത് റിമൂവ് ചെയ്തിരിക്കണം. കഴിയാവുന്നത്ര വേഗത്തിൽ അവിടെ നിന്നും അത് ക്ലിയർ ചെയ്തിരിക്കണം. പിന്നെന്തായിരുന്നു? ലേബർ റൂം അറ്റ്ലീസ്റ്റ് ട്വൈസ് ഒരു മാസം ഡീപ് ക്ലീൻ ചെയ്തിരിക്കണം. ഒരു മാസത്തില് 2 തവണയെങ്കിലും ഡീപ് ക്ലീന് വിധേയമാക്കിയിരിക്കണം. ദെൻ ഇൻഫെക്ഷൻ കൺട്രോൾ എന്തായിരുന്നു? എന്താണ് ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാല്? ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നതിന്റെ റിസ്ക് കുറക്കാൻ വേണ്ടിയിട്ട് പ്രൊസീജിയേഴ്സും പോളിസീസും ആണ് ഇൻഫെക്ഷൻ കൺട്രോൾ. ഓക്കെ, പ്രൊസീജിയേഴ്സ് ആൻഡ് പോളിസീസിനെയാണ് ഇൻഫെക്ഷൻ കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? ദെൻ പിന്നെ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത്? ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട് ഇൻഫെക്ഷൻ സ്പ്രെഡ് ആകാതിരിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? വേസ്റ്റ് കളക്ട് ചെയ്യുന്ന സ്റ്റാഫുമാര് ഗ്ലൗസും ധരിക്കണം, ഷൂസ് ക്ലോസ് ചെയ്യണം. ഓക്കെ. ദെൻ ലീക്ക് പ്രൂഫ് കണ്ടെയ്നേഴ്സിൽ വേസ്റ്റ് കളക്ട് ചെയ്യണം. ഓക്കെ, ലീക്ക് പ്രൂഫ് കണ്ടെയ്നേഴ്സിലായിരിക്കണം വേസ്റ്റുകൾ കളക്ട് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ പങ്ക്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നേഴ്സിലായിരിക്കണം ഷാർപ്പുകൾ കളക്ട് ചെയ്യേണ്ടത്. ഓക്കെ. ദെൻ 3 to 4 മുക്കാൽ ഭാഗം ആയാൽ തന്നെ വേസ്റ്റ് ക്ലിയർ ചെയ്യണം, ഡിസ്പോസ് ചെയ്യണം. ഓക്കെ. ദെൻ ഇൻഫെക്ഷൻ ആയിട്ടുള്ളതും ഇൻഫെക്റ്റ് അല്ലാത്തതുമായത് സെപ്പറേറ്റ് ആയിട്ട് വേസ്റ്റ് കളക്ട് ചെയ്യണം. ഓക്കെ. ദെൻ ബ്ലീച്ചിങ് മിക്സ്ചർ ഉപയോഗിച്ചിട്ട് ഡിസിൻഫെക്റ്റന്റ് ചെയ്യണം. പിന്നെ ഓട്ടോക്ലേവ് ക്ലീനിങ് പ്രോസസ്സിന് വിധേയമാക്കണം. ദെൻ ബയോമെഡിക്കൽ വേസ്റ്റും അതിന്റെ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യണം. സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സും എന്താണ് ഫോളോ ചെയ്തിരിക്കണം. ദെൻ ന്യൂ ബോൺ കെയർ, എന്തൊക്കെ കെയറാ കൊടുക്കേണ്ടത്? കെയർ ടു ബെർത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ജനന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ എന്തെങ്കിലും സിക്കായിട്ട് അസുഖമായിട്ട് ജനിക്കുന്ന കുട്ടിയാണെങ്കിൽ കുറച്ചുകൂടി ഹൈ ലെവൽ ഓഫ് കെയർ എന്താണ് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. NICU ആവശ്യമാണെങ്കിൽ അവിടേക്ക് എന്താണ് ഷിഫ്റ്റ് ചെയ്യിക്കേണ്ടതാണ്. ഇൻക്യുബേറ്റർ ആവശ്യമാണെങ്കിൽ അത് യൂസ് ചെയ്യേണ്ടതാണ്. ദെൻ പിന്നെന്തായിരുന്നു? റെസിസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ
ഫിസിക്കൽ കണ്ടീഷൻ ഒക്കെ ചെക്ക് ചെയ്യണം. ഓക്കെ ഓക്കെ, ആ ഫിസിക്കൽ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. സ്വയം ഫീഡ് ചെയ്യാൻ പറ്റാത്ത കുട്ടിയാണെങ്കിൽ അവർക്ക് ട്യൂബ് വഴി ഫീഡിങ് കൊടുക്കണം. ഫീഡ് ചെയ്തിരിക്കണം കുട്ടികളെ. ദെൻ പിന്നെന്തായിരുന്നു? റെസിസിറ്റേഷൻ എന്തായിരുന്നു? ബ്രീത്തിങ് ഇഷ്യൂ, ബ്രീത്തിങ് ഇഷ്യൂസ്, അതേപോലെ സ്ലോ ആയിട്ടുള്ള ഹാർട്ട് റേറ്റ് നോർമൽ ലെവലിലേക്ക് അവരുടെ ഹാർട്ട് റേറ്റ് കൊണ്ടുവരുന്നതിനും അതേപോലെ ഓക്സിജൻ ലഭ്യമാക്കുന്നതിനും വേണ്ടി ചെയ്യുന്ന മെത്തേഡുകളെയാണ് റെസിസിറ്റേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ദെൻ ഡിസ്പ്ലേയിങ് ഓഫ് വൈറ്റൽസ്, കുഞ്ഞിന്റെ വൈറ്റൽസ് എന്താണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഹാർട്ട് റേറ്റ് അതേപോലെ റെസ്പിറേറ്ററി റേറ്റ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ദെൻ ഇമ്മ്യൂണൈസേഷൻ സർവീസ്, ആവശ്യമായ വാക്സിൻസ് കുഞ്ഞിന് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ചെക്ക് ഫോർ എനി ഇൻബോൺ ഇറഗുലാരിറ്റീസ്, എന്തെങ്കിലും എന്താണ് ജന്മന എന്തെങ്കിലും ഒരു ഇറഗുലാരിറ്റി കണ്ടെത്തിയാൽ അതിനാവശ്യമായ കെയർ ആ കുഞ്ഞിന് നൽകിയിരിക്കണം. ദെൻ മ്യൂട്ട് ചെയ്തോളൂ ഉമ്മ. ബ്രസ്റ്റ് ഫീഡിങ് ആൻഡ് ഫീഡിങ് സപ്പോർട്ട്, ഒരു കുഞ്ഞിന് എന്താണ് ജനിച്ച അരമണിക്കൂറിനുള്ളിൽ തന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും വീണ്ടും ഫീഡ് ചെയ്തിരിക്കണം. ദെൻ ലുക്ക് ഇൻ ടു ഹൈ റിസ്ക് ന്യൂ ബോൺ ഉണ്ട്. ഏതൊക്കെയാണ്? പ്രിമച്വർ ബേബീസ് ആവാം അല്ലെ, പ്രിമച്വർ ബേബീസ്, അതേപോലെ തന്നെ ലോ ബർത്ത് വെയിറ്റ് ബേബീസ് വരാം. പിന്നെന്താണ്? പ്രഗ്നൻസിന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉള്ളവരാണെങ്കിൽ അല്ലെ, അത്തരം ബേബീസിനെല്ലാം എന്താണ് മികച്ച രീതിയിലുള്ള കെയർ ആണ് ആ ബേബീസിന് പ്രൊവൈഡ് ചെയ്യേണ്ടത്. റെഫറൻസ് സർവീസ്, ഇവരെ ടേക്ക് കെയർ ചെയ്യുന്നതിനുള്ള റെഫറൻസുകൾ എവിടെ നിന്നൊക്കെ ലഭിക്കാം? ഡോക്ടറിൽ നിന്ന്, പീഡിയാട്രിക്സ് ഡോക്ടർമാരിൽ നിന്ന്. പീഡിയാട്രീഷ്യൻ അല്ലെ, അവരിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഗൈഡ് ലൈൻസും അവൈലബിൾ ആണ്. അതിന്റെ ബേസിലായിരിക്കണം ഒരു കുഞ്ഞിനെ ടേക്ക് കെയർ ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിരുന്നോ? നെക്സ്റ്റ് ടോപ്പിക് നോക്കിക്കോളൂ. ഫോർ പ്രോപ്പർ ന്യൂ ബോൺ കെയർ തിങ്സ് റിക്വയർഡ് ടു ബി ഡൺ. ഓക്കെ, ഒരു ബേബി എന്താണ് ന്യൂ ബോണിനെ ഓക്കെ കെയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഫസ്റ്റ് വൺ എന്താ? ബിഫോർ ഹാൻഡ്ലിംഗ് ദ ബേബി സ്ട്രിക്ട്ലി വാഷ് ഹാൻഡ്സ്. എന്താ പറയുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? എന്താണ്? ബേബിയെ ഹാൻഡിൽ ചെയ്യുന്നതിന് മുൻപ് തന്നെ എന്താണ് കൈകൾ പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്തിരിക്കണം. എന്തിനു വേണ്ടിയാ? കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞ ബേബി എന്ന് പറഞ്ഞാല് പെട്ടെന്ന് എന്താണ് അസുഖങ്ങൾ പിടിപെടുന്നവരാണ് അല്ലെ. അടുത്തേക്ക് കൂടി പോയാൽ മതി, പെട്ടെന്ന് അവർക്ക് ഇൻഫെക്റ്റഡ് ആവാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ അത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കുന്നതിന് വേണ്ടി ആരായാലും കുഞ്ഞിനെ എടുക്കുന്നതിന് മുൻപ് പ്രോപ്പർ ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്തിരിക്കണം. ദെൻ ക്ലിയർ ആണോ അത്? നെക്സ്റ്റ് നോക്കിക്കോളൂ. റൂമിങ് ഇൻ ദ ബേബി വിത്ത് ദ മദർ. ഓക്കെ, എപ്പോഴും എങ്ങനെയാണ്? അമ്മയും കുഞ്ഞും ഒരുമിച്ചായിരിക്കണം. ഓക്കെ, അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാ? അമ്മയും കുഞ്ഞും എപ്പോഴും ഒരുമിച്ചായിരിക്കണം. ഈവൻ ഹോസ്പിറ്റലിലാണെങ്കിലും അല്ല, വീട്ടിൽ ഒരു റൂമിലായിരിക്കണം. എന്തുകൊണ്ടാണ്? എന്തൊക്കെയാ ബെനിഫിറ്റ് ലഭിക്കുന്നത്? എന്തൊക്കെയായിരിക്കാം എന്ന് ആലോചിച്ച് നോക്കൂ. സേഫ്റ്റി. ഓക്കെ, ഒരു ഫാക്ടറാണ് സേഫ്റ്റി. ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? അമ്മയ്ക്ക് എന്താണ് കുഞ്ഞിന് ആവശ്യാനുസരണം ഫീഡ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് അല്ലേ. കുഞ്ഞിന്റെ ആവശ്യത്തിനനുസരിച്ച് എന്താണ് ഫീഡ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. പിന്നെന്താണ്? കുഞ്ഞിന്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ക്ലിയർ ആണ്? കുഞ്ഞിന്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ എന്താണ് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു ബോണ്ട് ഉണ്ടല്ലോ, അത് ക്രിയേറ്റ് ചെയ്യാനായിട്ടും അവര് രണ്ടുപേരും ഒരേ റൂമിലായിരിക്കുന്നത് എന്താണ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ആ പോയിന്റ്. റൂമിങ് ഇൻ ദ ബേബി വിത്ത് ദ മദർ. ദെൻ കീപ്പിംഗ് ദ ബേബി വാം. എന്താ? കുഞ്ഞിന്റെ ടെമ്പറേച്ചർ എപ്പോഴും അല്ലെ, താപനില, ചൂട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അല്ലെ, കീപ്പ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവരുടെ ചൂട് ടെമ്പറേച്ചർ എപ്പോഴും നഷ്ടപ്പെട്ടു പോകാനായിട്ട് ചാൻസസ് ഉണ്ട്. അതിനെങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാം? ഇപ്പൊ സാധാരണ വീടുകളിലാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാറ്? എന്താ ചെയ്യുന്നത്?
പ്രോപ്പർ ആയിട്ട് ടവൽ അതെ കവർ ചെയ്ത് സൂക്ഷിച്ചില്ല കീപ്പ് ചെയ്യാറുണ്ട് അല്ലേ, പ്രോപ്പർ ആയിട്ട് പൊതിയാറുണ്ട്. അതേപോലെ പിന്നെന്താണ്, ഇപ്പൊ ഹോസ്പിറ്റലിലാണെങ്കിൽ ഇൻക്യുബേറ്റർ അല്ലെങ്കിൽ എന്താണ് റേഡിയൻ വോമറിന്റെ ഹെൽപ്പ് നേടാവുന്നതാണ്. മറ്റൊരു മെത്തേഡാണ് സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട്. വെയിൽ കൊള്ളിക്കും. ഓക്കെ, അതിനുവേണ്ടിയാണോ വെയിൽ കൊള്ളിക്കുന്നത്? അതെനിക്കറിയില്ല. ഓക്കെ, എന്താണ് പിന്നെന്താണ് സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് വരുന്നുണ്ട്. അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റിലൂടെ കുഞ്ഞിന് എന്താണ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ക്ലിയർ ആണോ ഇത്? Then extra care should be taken to the temperature in preterm and LBW baby. എന്താണ് ലോ ബെർത്ത് വെയിറ്റ് ബേബീസ് അതേപോലെ പ്രിമച്യൂർ ബേബീസ് അവരുടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്തൊക്കെ ടെക്നിക്സാ യൂസ് ചെയ്യുന്നത്? എക്സ്ട്രാ കെയർ കൊടുക്കണം. ഇത്തരം ബേബീസിന് എന്താണ് പ്രിമച്യൂർ ബേബീസ് അതേപോലെ തന്നെ ലോ ബെർത്ത് വെയിറ്റ് ബേബീസിന് എന്താണ് എക്സ്ട്രാ കെയർ നൽകണം അല്ലെ. അവരുടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്തൊക്കെ ടെക്നിക്സാ ഫോളോ ചെയ്യുന്നത്? എവിടെയാണ് അവരെപ്പോഴും എവിടെയായിരിക്കും? ഇൻക്യുബേറ്റർ. ഇൻക്യുബേറ്ററിലായിരിക്കും. ഓക്കെ, അപ്പൊ ഇൻക്യുബേറ്ററിന്റെ ഹെൽപ്പ് നേടേണ്ടതാണ്. NICUലേക്കാണെങ്കിൽ അവിടെ ഷിഫ്റ്റ് ചെയ്യിക്കേണ്ടതാണ്. ദെൻ കീപ് ദ കോഡ് ഡ്രൈ ആൻഡ് ക്ലീൻ. എന്താ നമ്മൾ കെയർ അറ്റ് ബെർത്ത് പറഞ്ഞപ്പോൾ ഡിസ്കസ് ചെയ്തില്ല എന്ന് തോന്നുന്നു ആ പോയിന്റ്. കുഞ്ഞിന്റെ അംബ്ലിക്കൽ കോഡ് എന്താണ് നമ്മൾ കട്ട് ചെയ്യേണ്ടതാണ് അല്ലെ. ആ ഭാഗം പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യേണ്ടതാണ്, ഡ്രൈ ആയിട്ട് സൂക്ഷിക്കേണ്ടതാണ്. ക്ലിയർ ആണോ? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ആ ഭാഗത്ത് നമ്മൾ എന്താണ് പ്രോപ്പർ ആയിട്ട് എപ്പോഴും എന്താണ് പ്രോപ്പർ ആയിട്ട് എന്താണ് ടച്ച് ചെയ്യാൻ പാടില്ല. മെയിൻലി എന്താണ് ടച്ച് ചെയ്യാനായിട്ട് പാടില്ല. ആ ഏരിയയില് ടച്ച് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. പിന്നെന്താണ് ഈർപ്പമില്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആ ഭാഗത്ത് എന്താണ് നനവില്ലാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദെൻ വേറെന്തെങ്കിലും ഉണ്ടോ? ഒരു എന്താണ് ക്ലിയർ ആയിട്ടുള്ള നീറ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്തോ അല്ലെങ്കിൽ കോട്ടൺ വെച്ചോ ആ ഭാഗം എന്താണ് പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്തിരിക്കണം. വേണ്ടേ? ക്ലീൻ ചെയ്യണ്ടേ? ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്തിരിക്കണം. അതിനുവേണ്ടി എന്താണ് ലോഷൻ പൗഡർ ഒന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഇറിറ്റേഷൻ ഉണ്ടാകുന്ന ഒരു സബ്സ്റ്റാൻസും ആ ഭാഗത്ത് ഉപയോഗിക്കാനായിട്ട് പാടുള്ളതല്ല. അതേപോലെ എന്താണ് ഇച്ചിങ് ചൊറിച്ചിൽ അല്ലെങ്കിൽ എന്താണ് റെഡ്നെസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ സ്വെല്ലിങ് അല്ലെങ്കിൽ ഡിസ്ചാർജ് ഒക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എന്താണ് ഒരു ഡോക്ടറുടെ ഹെൽപ്പ് തേടേണ്ടതാണ്. ഓക്കെ, ക്ലിയർ ആണോ? സോ കോഡ് എന്താണ് ഡ്രൈ ആൻഡ് ക്ലീൻ ആയിട്ട് കീപ്പ് ചെയ്യേണ്ടതാണ്. ദ കെയർ പ്രൊവൈഡർ ഷുഡ് പെർസീവ് ദ ന്യൂ ബോൺ അറ്റ് ഗിവൺ ഇന്റർവെൽസ് ആഫ്റ്റർ ഡെലിവറി. ഓക്കെ, ഡെലിവറിക്ക് ശേഷം എന്താണ് ഈ കെയർ പ്രൊവൈഡേഴ്സ് മസ്റ്റ് ആയിട്ടും ഓരോ ഇന്റർവെൽസിലും ബേബിയെ എന്താണ് ചെക്ക് ചെയ്യേണ്ടതാണ്, ഒബ്സർവ് ചെയ്യേണ്ടതാണ്. എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം? എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം? ഓരോ ഇന്റർവെൽസിലും ബേബി ഒബ്സർവ് ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞു. എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്? ഹാർട്ട് ബീറ്റ്. ഓക്കെ, ഹാർട്ട് ബീറ്റ്. പിന്നെ പ്രോപ്പർ ആയിട്ട് ഫീഡ് ചെയ്യുന്നുണ്ടോ, ഫീഡിങ് പാറ്റേൺ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. വേണ്ടേ? വെരി ഗുഡ്. ദെൻ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യണം. വേണ്ടേ? പ്രോപ്പർ ആയിട്ട് ഫീഡ് ചെയ്യുന്നുണ്ടോ, ഫീഡിങ് പാറ്റേൺ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ ടെമ്പറേച്ചർ, കുഞ്ഞിന്റെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. പിന്നെന്താണ് സ്കിന്നിന്റെ കണ്ടീഷൻ നോക്കണം. വേണ്ടേ? എന്തെങ്കിലും റാഷസ് ഉണ്ടോ അല്ലെങ്കിൽ എന്താണ് ഡീഹൈഡ്രേഷൻ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഒരു ഹെൽത്ത് കെയർ എന്താണ് സ്റ്റാഫ് മസ്റ്റ് ആയിട്ടും ചെക്ക് ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ന്യൂ ബോണിന്റെ കെയറുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? ഫസ്റ്റ് വൺ എന്തായിരുന്നു? ബേബിനെ ഹാൻഡിൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കൈയൊക്കെ നന്നായി വാഷ് ചെയ്തിരിക്കണം, ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. ബേബിനെ മദറിന്റെ ഒപ്പം അടുത്ത് തന്നെ വെക്കണം, കാരണം കുട്ടിയുടെ സേഫ്റ്റിക്ക് പിന്നെ ആവശ്യാനുസരണം ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും മദറും ബേബിയും തമ്മിലുള്ള ബോണ്ട് നിലനിർത്താൻ വേണ്ടിയിട്ടും പിന്നെ കുട്ടീനെ എപ്പോഴും വാമായി വെക്കണം, കുട്ടീനെ കവർ ചെയ്ത് വെക്കണം, സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് ഉണ്ടാവണം. പിന്നെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, പിന്നെന്തായിരുന്നു?
എക്സ്ട്രാ കെയർ കൊടുക്കണം. എങ്ങനെയുള്ളവർക്കാണ് പ്രിമച്വർ ബേബീസ് അതേപോലെ ലോ ബർത്ത് വെയിറ്റ് ബേബീസ് ഒക്കെ ആണെങ്കിൽ എക്സ്ട്രാ കെയർ നൽകണം. ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ്? ഇൻക്യുബേറ്റർ യൂസ് ചെയ്യണം അല്ലെ? ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി റേഡിയൻ വോമറോ അല്ലെങ്കിൽ എന്താണ് ഇൻക്യുബേറ്ററോ യൂസ് ചെയ്യേണ്ടതാണ്. ദെൻ കോഡുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? അംബിക്കൽ കോഡ് കട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിന് പ്രോപ്പറായി നമ്മൾ ക്ലീൻ ചെയ്യണം. അത് ക്ലീൻ ചെയ്ത് ഡ്രസ് ചെയ്യണം. മറ്റേ ലോഷനും പൗഡറും അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. കുട്ടിക്ക് ഇച്ചിങ്ങും ഇതൊക്കെ ഉണ്ടാവുന്നത് കാരണം. എന്താണ് റെഡ്നെസ് അല്ലെങ്കിൽ എന്താണ് സ്വെല്ലിംഗ് ചാർജ് ഒക്കെ കണ്ടാൽ എന്താണ് എത്രയും പെട്ടെന്ന് ഒരു അതെന്താണ് എന്തിന്റെ സിംറ്റംസ് ആണത്? ഡിസ്ചാർജ് വരിക അല്ലെങ്കിൽ എന്താണ് സ്വെല്ലിംഗ് ഉണ്ടാകുക, റെഡ്നെസ് കാണുക, ഓക്കെ, അതിന്റെ ലക്ഷണങ്ങളാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് എന്താണ് ഒരു ഡോക്ടറുടെ ഹെൽപ്പ് തേടേണ്ടതാണ്. ദെൻ പിന്നെന്തായിരുന്നു? കെയർ പ്രൊവൈഡേഴ്സ് എന്താണ് ഓരോ ഇന്റർവെല്ലിലും കുഞ്ഞിന്റെ ഹെൽത്ത് എന്താണ് ഒബ്സർവ് ചെയ്യേണ്ടതാണ്. എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം? ഫീഡിംഗ് പാറ്റേൺ ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ പിന്നെന്താണ്? ടെമ്പറേച്ചർ ചെക്ക് ചെയ്യണം. ഡീഹൈഡ്രേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെന്താണ്? റെഡ്നെസ് ഉണ്ടോ, ശരീരത്തിലെ ഹെൽത്ത് കണ്ടീഷൻ. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് ഒരു ഹെൽത്ത് കെയർ സ്റ്റാഫ് ചെക്ക് ചെയ്തിരിക്കണം, ഒബ്സർവ് ചെയ്തിരിക്കണം. ആൻഡ് നെക്സ്റ്റ് ടോപ്പിക് നോക്കിക്കോളൂ. പ്രോട്ടോകോൾസ് ഫോർ എൻട്രി ടു ദ ലേബർ റൂം. ഒരു ലേബർ റൂമിനകത്ത് പ്രവേശിക്കുന്നതിന് വേണ്ട ഉള്ള പ്രോട്ടോകോൾസ് എന്തൊക്കെയാണ്? നമ്മൾ ഇതേ പ്രോട്ടോകോൾസ് ഓപ്പറേഷൻ തിയേറ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഓപ്പറേഷൻ തിയേറ്ററിൽ അകത്ത് പ്രവേശിക്കുന്നതിന് മുൻപ് എന്തെല്ലാം പ്രോട്ടോകോൾസ് നമ്മൾ ഫോളോ ചെയ്യണം, അതേപോലെ തന്നെ ലേബർ റൂമിനകത്ത് കയറുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് വൺ നോക്കിക്കോളൂ. എൻട്രി ടു ദ ലേബർ റൂം ഷുഡ് ബി ഇൻഡയറക്റ്റ്. Typically, a buffer zone requires to be made if possible to change of shoes, wear of mask and cap before getting into the labor room. Okay, എന്താ പറയുന്നത്? പുറത്തു നിന്ന് വന്ന് നേരെ ഡയറക്റ്റ് ആയിട്ട് ലേബർ റൂമിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളതല്ല. എങ്ങനെയാണ്? ഒരു ബഫർ സോൺ ഉണ്ടായിരിക്കും, അതിലൂടെ മാത്രമായിരിക്കണം ലേബർ റൂമിനകത്തേക്ക് പ്രവേശിക്കേണ്ടത്. പ്രവേശിക്കുന്നതിന് മുൻപ് എന്ത് ചെയ്യണം? ഷൂസ് ചേഞ്ച് ചെയ്തിരിക്കണം. ഒന്നില്ലെങ്കിൽ ഷൂസ് കവർ ചെയ്യണം, ഡിസ്പോസിബിൾ കവർ യൂസ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് കവർ ചെയ്തിരിക്കണം. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം? ലേബർ റൂമിനകത്ത് മാത്രം യൂസ് ചെയ്യുന്ന ഒരു ചപ്പൽസ് ഉണ്ട്, ആ രീതിയിലുള്ള ചപ്പൽസ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ദെൻ മാസ്ക് വെയർ ചെയ്തിരിക്കണം, ക്യാപ്പ് വെയർ ചെയ്തിരിക്കണം. ക്ലിയർ ആണോ പോയിന്റ്? സോ എന്താണ്? ഡയറക്റ്റ് ആയിട്ട് ലേബർ റൂമിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളതല്ല. ഒരു ബഫർ സോണിലൂടെ മാത്രമായിരിക്കണം ലേബർ റൂമിനകത്തേക്ക് പ്രവേശിക്കേണ്ടത്. ലേബർ റൂമിനകത്ത് പ്രവേശിക്കുന്നതിന് മുൻപ് ക്യാപ്പ് വെയർ ചെയ്തിരിക്കണം, മാസ്ക് വെയർ ചെയ്യണം, അതേപോലെ ഷൂസ് കവർ ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കോളൂ. Entry to the labor room should be permitted only to the pregnant woman, her birth partner, doctor, nurse, ANM on duty and other support staff. Cleaning staff should be allowed periodic entry. എന്താണ്? ആർക്കൊക്കെ പെർമിഷൻ ഉള്ളത്? ആർക്കൊക്കെ അകത്ത് കയറാം? പ്രഗ്നന്റ് വുമണിന് കയറാം. പിന്നെ ഡോക്ടർ, നഴ്സ്, ബർത്ത് പാർട്ട്ണർ. ഓക്കെ, എന്താണ്? സപ്പോർട്ടിംഗ് പേഴ്സൺ. ഓക്കെ, ആ വ്യക്തിക്ക് കയറാം. അതേപോലെ തന്നെ ഡോക്ടർ, നേഴ്സ്, പിന്നെന്താണ്? സപ്പോർട്ടിംഗ് സ്റ്റാഫ്. ഇത്രയും ആളുകൾക്ക് എന്താണ്? ANM ആരാ? ANM ഓക്സിലറി നേഴ്സ് മിഡ്വൈഫ്. ഓക്കെ, ചൈൽഡ് ബർത്ത് പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന നേഴ്സ് ഉണ്ട്. ഓക്കെ, ANM. ഇവർക്കെല്ലാം എന്താണ്? അകത്ത് കയറാവുന്നതാണ്. ദെൻ ക്ലീനിങ് സ്റ്റാഫ്. What about cleaning staff? എപ്പോഴകത്ത് കയറേണ്ടത്? ഓരോ റെഗുലർ ഇന്റർവെൽസിൽ മാത്രമായിരിക്കണം ക്ലീനിങ് സ്റ്റാഫ് അകത്ത് കയറേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? എപ്പോഴാണോ ക്ലീൻ ചെയ്യേണ്ടത് അപ്പോൾ മാത്രമായിരിക്കണം ക്ലീനിങ് സ്റ്റാഫ് അകത്ത് കയറാൻ പാടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കോളൂ. ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദ റൂം, slippers, cap and mask should be worn by all visitors including the companion. കമ്പാനിയൻ അടക്കം അകത്ത് പ്രവേശിക്കുന്ന എല്ലാവരും സ്ലിപ്പേഴ്സ്, അതേപോലെ ക്യാപ്പ്, മാസ്ക് എന്നിവ വെയർ ചെയ്തിരിക്കണം. Then the fourth point, any visits of people other than on duty staff
pregnant woman and birth companion to the labor room should be short and timed to the task such as cleaning. ഓക്കെ, നേരത്തെ പറഞ്ഞ ആളുകൾ ഒഴികെയുള്ള ബാക്കി എല്ലാവരുടെയും സന്ദർശനം ഏത് രീതിയിലായിരിക്കണം? ഷോർട്ട് ആയിരിക്കണം, കുറച്ച് സമയത്തേക്കായിരിക്കണം. അതേപോലെ തന്നെ എന്താണ്, ഓരോ ഇന്റർവെൽസിലായിരിക്കണം. ക്ലീനിങ് സ്റ്റാഫ് ആണെങ്കിൽ എന്താണ്, എപ്പോഴും അകത്ത് കയറാമോ? ഓരോ ഇന്റർവെൽസ് ഉണ്ട്, ആ റെഗുലർ ടൈമിൽ മാത്രമായിരിക്കണം എന്താണ് അകത്ത് കയറി ക്ലീൻ ചെയ്യേണ്ടത്. അല്ലാത്ത ടൈമിൽ എന്താണ് അകത്ത് കയറാനായിട്ട് പാടുള്ളതല്ല. ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി. പിന്നെ എന്തിനു വേണ്ടി ആയിരിക്കാം? പേഷ്യന്റിന്റെ, പ്രഗ്നൻസി വുമണിന്റെ എന്താണ് പ്രൈവസി കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി. ഓക്കെ, ക്ലിയർ ആണോ? And the last point നോക്കിക്കോളൂ. Male staff entry should be confined only to those who are on duty or have been called for any accessories and fittings. They should be humble and gracious to the dignity and privacy of the woman. എന്താ പറയുന്നത്? മെയിൽ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും അല്ലേ? ഹെൽത്ത് കെയർ സ്റ്റാഫിൽ ലേബർ റൂമിൽ പ്രവേശിക്കുന്ന മെയിൽ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. അവർക്ക് എപ്പോ മാത്രമാണ് പെർമിഷൻ ഉള്ളത്? എപ്പോ മാത്രമാണ്? ഡ്യൂട്ടി ടൈമിലോ. ഓക്കെ, ഡ്യൂട്ടി ടൈമിലോ അതല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഒരു ആക്സസറീസ് കൊണ്ടുവരാനോ ഫിറ്റ് ചെയ്യുന്ന സമയത്തോ മാത്രമാണ്, എസ്പെഷ്യലി ഡ്യൂട്ടി ടൈമിലാണ് അവർക്ക് ആ റൂമിലേക്ക്, ലേബർ റൂമിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് പാടുള്ളൂ. എന്തുകൊണ്ടാണ്? പ്രഗ്നൻസി വുമണിന്റെ എന്താണ്, പ്രഗ്നന്റ് വുമണിന്റെ പ്രൈവസി കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഓക്കെ, പ്രൈവസി കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി എന്താണ് മെയിൽ സ്റ്റാഫുകൾ ഡ്യൂട്ടി ടൈമിലല്ലാതെ അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് പാടുള്ളതല്ല. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, എന്തൊക്കെയായിരുന്നു ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്? പ്രോട്ടോകോൾസ് എന്തൊക്കെ പ്രോട്ടോകോൾസ് ശ്രദ്ധിക്കേണ്ടത്? ഡയറക്റ്റ് ആയി പ്രവേശിക്കാൻ പാടില്ല ലേബർ റൂമിലേക്ക്. അതിന് മാത്രമായിട്ടുള്ള എന്റെ കൂടെ പ്രവേശിക്കാൻ പാടുകയുള്ളൂ. ബഫർ സോൺ ഉണ്ടായിരിക്കും, ആ ഏരിയാസിലൂടെ മാത്രമായിരിക്കണം അകത്തേക്ക് പ്രവേശിക്കേണ്ടത്. പിന്നെ എന്തൊക്കെ ശ്രദ്ധിക്കണം? മാസ്ക്, ഷൂസ്, ക്യാപ്പ്, അതൊക്കെ ക്യാപ്പ് കവർ ചെയ്തിരിക്കണം. ഓക്കെ, ക്യാപ്പ് അതേപോലെ മാസ്ക് ഒക്കെ വെയർ ചെയ്തിരിക്കണം. ഷൂസ് എന്താണ് കവർ ചെയ്തിരിക്കണം. ദെൻ പിന്നെ പ്രഗ്നന്റ് വുമൺ, ബർത്ത് പാർട്ട്ണർ, ഡോക്ടർ, നഴ്സ് ആൻഡ് ANM ഡ്യൂട്ടി സപ്പോർട്ട് സ്റ്റാഫ് ഇവരൊക്കെ അതിൻ്റെ ഉള്ളിൽ പാടുകയുള്ളൂ. ഇവർക്ക് മാത്രമാണ് അകത്തേക്ക് എന്താണ് പെർമിഷൻ. ക്ലീൻ ചെയ്യാൻ അതിൻ്റെതായ സമയത്ത് മാത്രം ക്ലീൻ സ്റ്റാഫ് കയറാൻ പാടുകയുള്ളൂ. ഓക്കെ, കമ്പാനിയൻസും എല്ലാ വിസിറ്റേഴ്സും സ്ലിപ്പേഴ്സ്, ക്യാപ്പ്, മാസ്ക് എന്നിവ ധരിച്ചിരിക്കണം. കമ്പാനിയൻ അടക്കമുള്ള എല്ലാ അകത്ത് വരുന്ന എല്ലാവരും എന്താണ് ഇത്തരം സേഫ്റ്റി പ്രിക്കോഷൻസ് എടുത്തിരിക്കണം. ദെൻ വിസിറ്റേഴ്സ് ഷോർട്ട് ആയിരിക്കണം, അതായത് എല്ലാ സമയത്തും കയറാൻ പറ്റില്ല, അതിന് കുറച്ച് സമയത്ത് മാത്രമേ കയറാൻ പാടുകയുള്ളൂ. പിന്നെ ഇന്റർവെൽസിൽ മാത്രം ക്ലീൻ ചെയ്യാൻ വേണ്ടി മാത്രം ക്ലീൻ സ്റ്റാഫേഴ്സിന് കയറാൻ പാടുകയുള്ളൂ. ഓക്കെ, ഇത് പ്രഗ്നന്റ് വുമന്റെ ഒരു പ്രൈവസിയെ ബാധിക്കുന്ന രീതിയിലായിരുന്നു. പ്രൈവസിയെ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരം പ്രോട്ടോകോൾസ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ മെയിൽ സ്റ്റാഫ് എങ്ങനെയാ? ഡ്യൂട്ടി ടൈമിൽ മാത്രമേ പ്രവേശിക്കാൻ പാടുകയുള്ളൂ, വല്ല ഫിറ്റിംഗ്സ് അങ്ങനെ ഉണ്ടെങ്കിൽ. ഡ്യൂട്ടി ടൈംസിൽ മാത്രമാണ് അകത്തേക്ക് പെർമിഷൻ ഉള്ളൂ. എന്തിനു വേണ്ടിയാണ്? പ്രൈവസിക്ക് വേണ്ടി, കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതും ഒരു പ്രോട്ടോകോൾ ആണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്ലീനിങ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ് പഠിച്ചു. അതേപോലെ തന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ്, ന്യൂ ബോൺ കെയർ, പ്രോട്ടോകോൾസ്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ലേബർ റൂമിനകത്ത് ശ്രദ്ധിക്കേണ്ട പ്രോട്ടോകോൾസ് എന്തൊക്കെയാണ്? ഓക്കെ, പ്രോട്ടോകോൾസ് ഫോർ വർക്കിംഗ് ഇൻ ദ ലേബർ റൂം. ലേബർ റൂമിനകത്ത് ശ്രദ്ധിക്കേണ്ട പ്രോട്ടോകോൾസ്, ഫോളോ ചെയ്യേണ്ട പോളിസീസ് എന്തൊക്കെയാണ്? അതേപോലെ തന്നെ സൂപ്പർവിഷൻ ഫോർ ക്വാളിറ്റി ഓഫ് കെയർ ഇൻ ദ ലേബർ റൂം. ഓക്കെ, സൂപ്പർവിഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ കൂടി ജസ്റ്റ് റീഡ് ചെയ്തിട്ട് വന്നാൽ എന്താണ് ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. സോ അതിനുശേഷം നമുക്ക് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? Any doubts? ഓക്കെ, then ഞാൻ വൈൻഡ് അപ്പ് ചെയ്തോട്ടെ, ലീവ് ചെയ്തോട്ടെ? ഓക്കെ. ഓക്കെ, ബൈ.
താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മിസ്.